സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാമനും ആകാശം കൂടി സംസാരിക്കുന്ന രണ്ടുപേർക്കും സംശയം മാറിയിട്ടില്ല. എന്നാലും ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ ഇത്ര ശത്രുതയായിട്ട് ഈ കല്യാണം മാമൻ ഉറപ്പില്ലേ ഈ കല്യാണത്തിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്ന്. അപ്പോൾ അതേടാ, ഞാനും ഇത് വിശ്വസിക്കുന്നൊന്നുമില്ല, ഇതിൽ എന്തൊക്കെയോ മറിഞ്ഞിരിക്കുന്നുണ്ട്, നമുക്ക് അവനോട് തന്നെ ചോദിക്കാമെന്ന് പറയും. ആ സമയത്ത് മീനാക്ഷി ചായ ആയി വരുന്നുണ്ട്. അങ്ങനെ മീനാക്ഷി ചായ കൊടുക്കുമ്പോൾ നമ്മുടെ മാമനൊന്നും അറിയാത്ത പോലെ മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, അല്ല മീനാക്ഷി, നിനക്ക് സംശയമുണ്ടോ ആര്യൻ്റെയും മിത്രയുടെയും പെരുമാറ്റത്തിൽ എന്ന് വെച്ചപ്പോൾ എന്തിന്, അല്ല അവരുടെ വിവാഹം ഒരു അഭിനയമായിരുന്നോ, അല്ലെങ്കിൽ അവരുടെ വിവാഹത്തിന് പിന്നിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷി ആകെ ഞെട്ടുന്നുണ്ട്. ആ സമയത്ത് ഗോമതിയും വരുന്നുണ്ട്. ഗോമതിയോടും ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട്, ഏട്ടാ നിങ്ങൾക്ക് എന്തൊക്കെ സംശയം. അതുപോലെ തന്നെ മീനാക്ഷിയും പറയുന്നുണ്ട്, അവർ വിവാഹം കഴിഞ്ഞ് ആദ്യരാത്രിയും കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് സംശയം എന്ന് പറഞ്ഞപ്പോൾ, അല്ല എന്നാലും ഒരു സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യനും ഉണ്ടാവില്ല സംശയം. ഇത്രയും നാളും കീരിയും പാമ്പും പോലെ നിന്നിരുന്നവർ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് മാമൻ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് ഗോമതി മീനാക്ഷിയെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആര്യനും വരുന്നുണ്ട്. ആര്യൻ വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, ആര്യ, ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങളുടെ വിവാഹം എങ്ങനെയായിരുന്നു, എവിടെ വെച്ച്, എങ്ങനെ സംഭവിച്ചു, എന്തായിരുന്നു നിൻ്റെ പിന്നെ, ഞങ്ങൾക്ക് പല സംശയങ്ങളുണ്ട്, എന്താ നിങ്ങൾക്ക് ഇങ്ങനെ സംശയം വരാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇവൻ ഇന്നലെ ടെറസിലേക്ക് എനിക്ക് എടുക്കാൻ വന്നത്, പിന്നെ അമ്മയും മീനാക്ഷിയും കൂടെ നിർബന്ധിച്ച് പിടിച്ചു വലിച്ചല്ലേ റൂമിലാക്കിയത്, വിവാഹം കഴിഞ്ഞ ആൾക്കാർ എന്തായാലും ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ എന്നൊക്കെ ആകാശ് പറയുന്നുണ്ട്. അപ്പം ആര്യം പറഞ്ഞതേ, ഞങ്ങൾ തമ്മിൽ നല്ല പരിശുദ്ധമായ പ്രണയമായിരുന്നു, നിങ്ങൾക്ക് ഇനി ഇതിനെ കൂടുതൽ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിലേ അച്ഛൻ ഞങ്ങൾക്ക് മാപ്പ് തരട്ടെ, അച്ഛൻ മാപ്പ് തന്നതിന് ശേഷം ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയും. ആ സമയത്ത് തന്നെ മിത്ര വരുന്നുണ്ട്. ഇനി മിത്രയോട് ചോദിച്ചു എന്ന് പറയും. എന്താണെന്ന് ചോദിക്കുമ്പോൾ മിത്രയോടും ഇതേ സംശയം തന്നെ മാമൻ ചോദിക്കുമ്പോൾ അത് മിത്രയും പറയുന്നുണ്ട്, ഞങ്ങൾ പരസ്പര സ്നേഹത്തിലായിരുന്നു, മറ്റാരും അറിയാതിരിക്കാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു എന്നൊക്കെ പറയും. പിന്നെ വേഗം ആര്യൻ എഴുന്നേറ്റ് മിത്രയുടെ തോളിൽ കൈയിട്ടിട്ട് പറയുന്നത്, ഞങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടെന്നല്ലേ നിങ്ങളുടെ വിചാരം, നോക്ക് ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും അകൽച്ച ഉണ്ടോ നോക്കി മോളെ, അതെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നേരത്തെ ഒന്നും എനിക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ടാൽ മതി എന്നൊക്കെ. അപ്പോൾ അവളോട് പറഞ്ഞത്, ഇനി എൻ്റെ കൈ കൊണ്ടിട്ട ചായ നീ ആര്യം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ചായ ഉണ്ടാക്കാൻ വന്നതാണ് മിത്ര എന്ന് പറയും. മോള് പോയി ഒരു ചായ ഇട്ടിട്ട് വായോ എന്നൊക്കെ പറയും. അങ്ങനെ മിത്ര അടുക്കളയ്ക്ക് പോകും. അടുക്കളയ്ക്ക് ചെല്ലുമ്പോൾ മിത്രയ്ക്ക് ചായ പോയിട്ട് ഒന്നും ചെയ്യാൻ അറിയില്ല. ഈശ്വര, ഞാൻ എങ്ങനെ ചായ ഇടാം, എന്തായാലും ഫ്രിഡ്ജിൽ പാലൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് തപ്പി പിടിച്ച് എന്തായാലും മിത്ര ആര്യനൊരു ചായ ഇടുന്നുണ്ട്. ആ സമയത്ത് ആര്യൻ മിത്രനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ അവൾ എങ്ങനെയായാലും അവളുടെ നല്ല മനസ്സാണ്, അതുകൊണ്ടാണ് ഞാൻ അവളെ സ്നേഹിച്ചത്, ഞങ്ങൾ രണ്ടുപേരും പരസ്പരം വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് മിത്രയുടെ കല്യാണം വന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംഭവിച്ചു പോയാന്നൊക്കെ പറയും. അങ്ങനെ ഒരു കണക്കിന് ആര്യൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മിത്ര ഇതൊക്കെ അടുക്കളയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അതേസമയം തന്നെ ആകാശിനും ധർമ്മമാമനും ഒന്നും ഒരു വിശ്വാസം വരാത്ത രീതിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. വീണ്ടും മിത്ര ചായയായി വരും. ആര്യം ചായ കുടിക്കുമ്പോൾ, ആഹാ എന്തൊരു നല്ല ചായ എന്നൊക്കെ പറഞ്ഞു നോക്കി, ഇത്രയും വൃത്തിയിട്ട ചായ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് മിത്രയുടെ ചെവിട്ടിൽ പറയുന്നുണ്ട്. പിന്നീട് മിത്രയുടെ എന്തൊട്ടാണ് നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ, അതെ ഞങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാരായി ഇനി ജീവിക്കാൻ പോകുന്നതെന്ന് മിത്ര പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അതെന്നെയെന്ന് മിത്രയും പറയും. ഈ ജന്മത്ത് നമ്മൾ തമ്മിൽ ഒന്നിക്കൂലടി എന്ന് ചെവിട്ടിൽ ആര്യൻ മിത്രയുടെ ചെവിട്ടിൽ പറയുമ്പോൾ മിത്ര പറയുന്നുണ്ട്, അതിന് ആര് പറഞ്ഞു വേണമെന്ന്, എനിക്കും അത് തന്നെയാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പരസ്പരം വഴക്കുണ്ടാക്കിയാണ് ചെയ്യുന്നത്. ഗോമതി ആണെങ്കിൽ ഇതൊക്കെ ഗോമതിക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ട്, ഇതൊക്കെ അഭിനയമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ ആലോചിച്ചിട്ട്. പിന്നീട് ഗോമതി മുറിയിലിരുന്ന് ഇങ്ങനെ ആകെ ടെൻഷൻ അടിക്കും. മീനാക്ഷി വരുന്നുണ്ട് അവിടേക്ക്. എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, മോളെ ഞാൻ സത്യങ്ങൾ അങ്ങോട്ട് തുറന്ന് പറഞ്ഞാലെന്ന് ആലോചിക്കുന്നുണ്ട്, എനിക്കിനി വയ്യ ഇത് ഈ ടെൻഷൻ വെച്ച് നടക്കാൻ നടപ്പോൾ അമ്മ എന്നൊരു കാര്യം ചെയ്യും, കൃഷ്ണമംഗലത്താരെയും കൂടി വിളിക്കും, നമുക്ക് എല്ലാവരും കൂടെ അവരുടെ മുന്നിൽ ഇരുന്നായിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുമ്പോൾ, ഞാനൊരു സമാധാനത്തിന് വേണ്ടി നിന്നോട് പറഞ്ഞത് കണ്ടിട്ട് നീ എന്നെ കളിയാക്കണല്ലേ എന്നൊക്കെ ചോദിക്കും. പിന്നെ അല്ലാണ്ട് ഞാൻ ഇതിന് എന്ത് മറുപടിയാണ് അമ്മ പറയേണ്ടത്, അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ഇതിന് എന്തെങ്കിലും മറുപടി വേണ്ടേ പറയാൻ, അഞ്ചാമതൊരാൾ അറിഞ്ഞാലത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, വല്ലോടത്തും കെടുത്തിരുന്ന പെൺകുട്ടി വല്ലോടത്തേക്കും പോകേണ്ട പെൺകുട്ടീനെ പിടിച്ച് ആര്യൻ്റെ തലയിലാക്കി ഒറ്റ നിമിഷം കൊണ്ടല്ലേ അമ്മ ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചത്, ഇപ്പം എന്താ അമ്മയ്ക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരുന്നേ. അതല്ല മോളെ, ബാലേട്ടൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എത്ര നേരമായി, ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒരു കാര്യം ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ശ്വാസം മുകളിലേക്ക് വലിച്ച് താഴേക്ക് വിട്, എന്നിട്ട് പപ്പ ശരിയാവില്ല എന്ന് ചോദിക്കുമ്പോൾ, അതെ അമ്മ ജന്മനാലെ പൊട്ടിയാണോ അതോ പൊട്ടിയായിട്ട് അഭിനയിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മീനാക്ഷി. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വരാനുള്ളത് വന്നു, ഇനി അമ്മ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ടൊന്നും കാര്യമില്ല,
അപ്പം ഇത്രയും ആര്യനെ സ്നേഹിക്കുമോ എന്ന് ചോദിക്കും. അവർ സ്നേഹിക്കുക സ്നേഹിക്കാതിരിക്കട്ടെ ചെയ്യട്ടെ, എന്തായാലും അവർ സ്വിച്ചിട്ട പോലെ ഒന്നും അവർക്ക് സ്നേഹം വരുന്നില്ല, കാരണം അത്ര ശത്രുക്കളല്ലായിരുന്നു. അതിന് കുറച്ച് സാവകാശം പിടിക്കുമേ, സമയം പിടിക്കും. അമ്മ അവരവരുടെ വഴിക്ക് വിട്. അമ്മ വേറെ എന്തെങ്കിലും കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഒന്നും അമ്മ ആലോചിക്കേണ്ട. എന്തായാലും അമ്മ ഒരു സുപ്രഭാതത്തിൽ ഒരു തീരുമാനം എടുത്ത്, മോളെ നീ എൻ്റെ കൂടെ നിൽക്കില്ലേന്ന് വെച്ചപ്പോൾ അമ്മ തീരുമാനം എടുത്ത് അന്ന് തുടങ്ങി ഞാൻ അമ്മയുടെ കൂടെ അല്ല നിൽക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനി വേറൊരാളെ കൂടെ ഞാൻ എന്തിനു നിൽക്കുന്നത്? ഞാൻ ആകാശിനോട് പോലും ഞാനൊരു സത്യവും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും. എന്നാൽ പോളെ എനിക്ക് ബാലേട്ടനെ കാണണം എന്ന് പറയും. ഇന്ന് വരെയും ബാലേട്ടൻ ഈ വീട്ടിലേക്ക് വരാണ്ടിരുന്നിട്ടില്ല, എനിക്ക് ബാലേട്ടനെ കാണണം എന്ന് ഞാൻ ആകാശിനെയും കൊണ്ട് ബാലേട്ടനെ കാണാൻ പോകണമെന്നൊക്കെ പറയും. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ബാലനെ കാണാൻ വേണ്ടി ആകാശവും ഗോമതിയും കൂടെ വണ്ടിമേൽ കടയിൽ ചെന്നിറങ്ങിയിട്ട് തുറന്ന് കട ഇങ്ങനെ ചാരിയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അകത്തെ കാഴ്ച കണ്ടിട്ട് ഗോമതി ഇങ്ങനെ ആകെ പൊട്ടി കരയാണ് ചെയ്യുന്നത്. കാരണം ഒരു ചാക്കിൽ, പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിൽ ഇങ്ങനെ ചാരി കിടക്കണം ബാലേട്ടൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ആനന്ദും ചുരുണ്ട് കൂടിക്കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആ കാഴ്ച കണ്ടിട്ട് ഗോമതി മുറ്റത്തേക്ക് ഓടിപ്പോയി ഇന്ന് പൊട്ടി കരയുമ്പോൾ നമ്മുടെ രാമേട്ടൻ വരുന്നുണ്ട്. എന്താ ഗോമതി ഇവിടെ, എന്താ ആകാശ അമ്മനെയും കൊണ്ട് വന്നേക്കണേ, എന്തിനാ ഇവിടെ നിന്ന് കരയണേന്നൊക്കെ ചോദിക്കും. അത് ബാലേട്ടന് അന്നലെ അച്ഛൻ കടയിലേക്ക് വന്നില്ല രാമേട്ടാന്ന് പറയും. വീട്ടിലേക്ക് വന്നില്ല എന്ന് പറയും. കടയിൽ തന്നെ ആയിരുന്നു എന്ന് പറയും. കടയിലോ? അങ്ങനെ രാമേട്ടൻ മേജ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതിന് ബാല നീ എന്ത് പണിയാണ് ചെയ്യുന്നത്? ഇത് നിന്റെ കടയിന് വീടല്ല, ഇവിടെ നീ കിടന്നുറങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ നിന്റെ വീട്ടുകാർ വന്നിരിക്കുന്നു, അവരിവിടെ കരയും. നീ കടയിൽ കണ്ണീര് വീഴാൻ പാടില്ല കേട്ടാ, നീ ഒരുപാട് കഷ്ടപ്പെട്ട് ഉയർത്തിയതല്ലേ എന്നൊക്കെ ചോദിക്കും ഈ കട. അപ്പോൾ ബാലേട്ടൻ എന്നിട്ട് പറയും, രാമേട്ട എന്നെ വേണ്ടാത്ത വീട്ടിലേക്ക് ഞാൻ എന്തിനു പോകണേന്ന് ചോദിക്കും. അപ്പോൾ ഗോമതി അത് കേട്ട് പൊട്ടി കരയാണ് ചെയ്യുന്നത്. നീ എന്തിനാ ഗോമതി കരയണേ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കും. നിന്റെ മകൻ ഒരു പെണ്ണിനെ വിളിച്ച് വന്നപ്പോൾ നീ ഒന്ന് എതിർത്ത് പോലില്ലല്ലോ, നിന്റെ മുഖത്ത് ഒരു സന്തോഷമായിരുന്നല്ലോ, അപ്പോൾ നിന്റെ സ്വന്തക്കാരായത് കൊണ്ടല്ലേ എന്നൊക്കെ ചോദിച്ച് ബാലൻ ഇങ്ങനെ വിഷമത്തോടെ ഓരോന്ന് പറയുമ്പോൾ, സോറി ബാലേട്ടനെ ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗോമതി ബാലൻ്റെ കാലൊക്കെ പിടിച്ച് കരയുന്നുണ്ട്. അതിനുശേഷം രാമേട്ടൻ പറയുന്നുണ്ട്, ബാല നീ എന്തിനും ഏതിനും ഗോമതി എൻ്റെ ഗോമതി എന്ന് പറയണല്ലേ, കടയ്ക്ക് വരെ നീ ഗോമതി എന്ന് പേരിട്ടത്. എന്നിട്ട് പിന്നെ നിന്നോട് തെറ്റ് ചെയ്തവരോട് നീ ക്ഷമിക്കണ്ട, നീ വഴക്കുണ്ടാക്ക്, ദേഷ്യപ്പെട്, നീ ആകാശിനോട് ദേഷ്യപ്പെട്, ആര്യനോട് ദേഷ്യപ്പെട്, ഒന്നും ചെയ്യാത്ത ഈ പാവത്തിനോട് നീ എന്തിനു ദേഷ്യപ്പെടും എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേട്ടനെ മനസ്സലിയുന്നുണ്ട്. അങ്ങനെ ബാലൻ നമ്മുടെ ഗോമതിനെ അങ്ങനെ നോക്കുന്നുണ്ട്. സാരമില്ല ഗോമതി, നീ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ എന്തെല്ലാം സ്വപ്നങ്ങളൊക്കെ കണ്ടതെല്ലാം തകർത്തത് ഇവനൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ മറ്റൊരുത്തനും കൂടെ ഒരു പെണ്ണിനെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നേക്കണ്. എന്നിട്ട് പറയുന്നത്, ഇതേ ഇവർ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് എൻ്റെ മുഖത്ത് നോക്കി പറയുന്നത്. ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും ഗോമതി, ഞാൻ ഇവരിലൊക്കെ എന്തെല്ലാം പ്രതീക്ഷകളൊക്കെ കണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. കാരണം ബാലൻ പറയുന്നൊക്കെ 100% സത്യം തന്നെയാണ്. ആനന്ദിന് ഒരു വിവാഹം ആയിട്ടില്ല. ആനന്ദിൻ്റെ വിവാഹം ഇനി രണ്ടനിയന്മാരെയും കൂടെ നടന്നത് കൊണ്ട് ആനന്ദിൻ്റെ വിവാഹം നടക്കില്ല എന്നുള്ളൊരു പേടിയും ബാലനുണ്ട്. അങ്ങനെ ബാലൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞ് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.